എംഎസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ് വെച്ച് നടക്കുന്ന എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് കേരള പോലീസ് വയനാട് യുണൈറ്റഡ് എഫ്സിയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, എന്നോടൊപ്പം നിങ്ങളുടെ സ്വന്തം ബിനീഷ് കിരൺ ചേരുന്നു. ശ്രീനാഥ്, ഇന്നത്തെ മത്സരത്തിൽ കേരള പോലീസ് ഫുട്ബോൾ ടീം ഗ്രീൻ ജേഴ്സിയിലാണ്, ഫുൾ ഗ്രീൻ ജേഴ്സിയിലാണ് നമ്മുടെ സ്ക്രീനിന്റെ ഇടതുവശത്ത് വലതുവശത്തേക്ക് മുന്നേറുമ്പോൾ, മറുവശത്ത് വയനാട് യുണൈറ്റഡ് എഫ് സി ബ്ലൂ വൈറ്റ് എന്ന കളറിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ സ്ക്രീനിന്റെ വലതുവശത്ത് ഇടതുവശത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നു. സജീഷിന്റെ കയ്യിലേക്ക് ബോൾ വരുന്നു. സജീഷിന് ഇടത് വലത് പാർശ്വഭാഗങ്ങളിൽ നല്ല താരങ്ങൾ ഒരേപോലെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടിന് വേണ്ടി ഓടുന്നുണ്ട്. എന്തായാലും ഇൻസൈഡിലേക്ക് ബിജേഷിന് കൊടുത്തൊരു ബോള്. ഷബാസ് റൈറ്റ് സൈഡിൽ ഷബാസ്, ഇന്ത്യൻ ആരോസിന്റെ താരം, ഇന്ത്യൻ ഇന്റർനാഷണൽ ആണ് അദ്ദേഹം. പെനാൽറ്റി ഏരിയയിലേക്കുള്ള പെനട്രേഷന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ വലതുവശത്ത് ഷാബാസ് ഫുൾ ബാക്ക് ആണ്. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു മുന്നേറ്റമാണ്. ലേറ്റ് ടാക്കിൾ, ആ ടാക്കിൾ ചെയ്യാൻ അല്പം ലേറ്റ് ആവുന്നു, അതുകൊണ്ട് തന്നെ കാലിലേക്കാണ് ടാക്ലിംഗ് വരുന്നത്. സജീഷ് ഈ ഒരു ഗോളോടുകൂടി കേരള പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഒരു സീസണിൽ അടിച്ച താരമെന്ന റെക്കോർഡിലേക്കാണ് സജീഷ് നടന്നു കയറാനായി ഒരുങ്ങുന്നത്. സജീഷ് കോസ്റ്റ്ലി മിസ്. യെസ്, അവിടെ അല്പം കോൺസെൻട്രേഷൻ പാടി പോകുന്നു എന്ന് തന്നെ പറയാം. കൂടുതൽ ആക്യുറസി, കൂടുതൽ ഉറപ്പ് വരുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ്. അടിച്ചു കളഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ബോള് വയനാട് യുണൈറ്റഡിന്റെ കാലുകളിലായിരുന്നു, അതൊരു ഫൗളും ആയിരുന്നില്ല സാറിന്. എന്തായാലും ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് വരുന്നു. മൈ ഗുഡ്നസ്. തൊട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് കുറച്ച് മിസൈലുകളും റോക്കറ്റുകളും തൊട്ട് അയൽ രാജ്യത്തേക്ക് പോയിരുന്നു. അതുപോലെ ഒരു റോക്കറ്റാണ് ഇത്തവണ പെനാൽറ്റി ഏരിയക്ക് പുറത്ത് നിന്ന് അകത്തേക്ക് പോകുന്നത്. റെക്കോർഡിലേക്കാണ് സജീഷ് നടന്നെടുക്കാൻ പോകുന്നത്. ഒരു ഗോൾ കൂടി ഉണ്ടെങ്കിൽ, ഗോൾ വന്നാൽ ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി, വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. അവിടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ആണ് ബി കെ. വാട്ട് ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി. മത്സരം പതുക്കെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എതിർ ടീമിന്റെ താളം തെറ്റിക്കുക. ബട്ട് ഇവിടെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. വയനാട് യുണൈറ്റഡ് എക്സ്ട്രീമിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് അരുൺലാലിന്റെ പന്താണ്. എന്തായാലും പെനാൽറ്റി ഏരിയയിൽ ദിൽ ജയത്ത്, അദ്ദേഹത്തിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ആൻഡ് അവിടെ ഹാൻഡ് ബോളിന് വേണ്ടിയുള്ള ക്ലെയിം ഉണ്ട്, അനുവദിക്കുന്നില്ല. അവിടെ കൃത്യമായി തന്നെ ഒരു അൺകൺവെൻഷനലായ തീർത്തും എന്തായാലും ആ ഒരു മുന്നേറ്റത്തോടുകൂടി, ആ ഒരു ഷോട്ടോടുകൂടി ഓൾമോസ്റ്റ് ഒന്നാം പകുതിയുടെ ആക്ഷൻസ് അവസാനിച്ചിരിക്കുന്നു. കാരണം 90 മിനിറ്റ്സ് പ്ലസ് 30 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം കൂടിയുണ്ട്. സോ പോസിബിളി 90 മിനിറ്റ്സിൽ തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് കമന്റേറ്റേഴ്സ് ആയ നമ്മൾ. കാരണം രണ്ട് ടീമും മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. യുണൈറ്റഡ് ചില സമയങ്ങളിൽ ബോൾ അനാവശ്യമായി പാഴായി കളയുന്നു, പക്ഷെ ഇതൊരു നല്ല പാസ്. വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. വയനാട് യുണൈറ്റഡ് നേരെ മുന്നിലേക്ക് കയറി വന്ന്, പക്ഷെ ഗോൾ കീപ്പറുടെ നല്ലൊരു സേവ് അവിടെ കണ്ടു. എന്തായാലും അസറിന്റെ ഭാഗത്ത് നിന്ന് ബ്യൂട്ടിഫുൾ സേവ്. വീണ്ടും അവിടെ ഗോകുലിനെ കണ്ടുപിടിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഗോകുലിന്റെ റണ്ണാണ് ഇത്തവണ. മുൻ സായ് താരമാണ് ഗോകുല്. അതിന്റെ ക്വാളിറ്റി തീർച്ചയായും കാണിക്കുന്നു. നല്ലൊരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് ജംഷീദിന്റെ സൈഡിൽ നിന്ന്. ബ്യൂട്ടിഫുൾ സേവ്. ഒരു ഫ്രീ കിക്കിലേക്ക് വരുന്നു 80ാമത് മിനിറ്റിനോട് അടുക്കുമ്പോൾ. കേരള പോലീസിന്റെ ഫ്രീ കിക്ക് പെനാൽറ്റി ഏരിയയിലേക്ക് ഡിപ്പ് ചെയ്യുന്നു, പക്ഷെ കൃത്യമായി കേക്ക് പോലെ മധുരമുള്ള ഒരു ഗോൾ കണ്ടുപിടിക്കുന്നു കേരള പോലീസ്. രണ്ടാം സെമി ഫൈനലിൽ സുന്ദര ഗോൾ, ഒരു സുന്ദര ഫിനിഷ്. എലൈറ്റിന്റെ കേക്ക് പോലെ ഒരു എലൈറ്റ് ഗോൾ, മധുരമുള്ള ഒരു കേക്ക് പോലെ ഒരു മധുരമുള്ള ഗോൾ. ആൻഡ് ഇറ്റ്സ് കേരള പോലീസ് 1, വയനാട് യുണൈറ്റഡ് FC 0. So that is the confirmation for 4 minutes add on time. 4 മിനിറ്റ് അധിക സമയമാണ് എന്തായാലും രണ്ടാം പകുതിക്ക് അനുവദിക്കുന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. ആൻഡ് ഫുൾ ടൈം, മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ, 90 മിനിറ്റുകളും 4 മിനിറ്റ് അധിക സമയവും അവസാനിക്കുമ്പോൾ, ചരിത്രത്തിലെ തന്നെ രണ്ടാം ഫൈനൽ മത്സരം കളിക്കാൻ, കേരള പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരം കളിക്കാൻ കേരള പോലീസ് എത്തിച്ചേരുന്നു. ഏറ്റവും നല്ലൊരു മത്സരത്തിന് ശേഷം ഒരു ഗോളിന്റെ ഒരു വിജയം കരസ്ഥമാക്കി. ഇന്നലത്തെ മത്സരത്തിലും ഒരു ഗോളാണ് വന്നത് 70ാം മിനിറ്റിൽ. ഇന്നത്തെ മത്സരത്തിലും ഒരു ഗോൾ, അതും 80ാം മിനിറ്റിൽ. അങ്ങനെ ഒരു ഗോളിന്റെ പിൻബലത്തിൽ ബി കെ കേരള പോലീസ് ഈസ് എൻ ടു ദ ഫൈനൽസ്. ആൻഡ് 11ാം തീയതി മുത്തൂറ്റിനെതിരെ ഫൈനൽ കളിക്കുക കേരള പോലീസ് ആയിരിക്കും.